UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്നും മാറാട് കലാപം പോലുള്ള വലിയ കലാപങ്ങൾ ആവർത്തിക്കുമെന്നാണ് കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത്. അതെ, എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ വോട്ടർമാരെ സമീപിക്കാൻ വർഗീയത മാത്രം പറയാനേ പറ്റൂ എന്നുള്ളിടത്തേക്ക് എത്തിയില്ലേ. ഒരു പാർട്ടിയുടെ ഗതികേട് ആലോചിച്ച് നോക്ക് നിങ്ങൾ. EMS, AKGയും കൃഷ്ണപിള്ളയൊക്കെ നയിച്ചൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ജനകീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ സാധിക്കുന്നില്ല. പകരം കേരളീയ സമൂഹം അറക്കുന്ന വെറുക്കുന്ന വർഗീയതയെ കൂട്ടുപിടിച്ചിട്ട് വോട്ട് നേടാനുള്ള ശ്രമം എത്രമാത്രം CPM അധപതിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. അവരുടെ അവസാനത്തിൻ്റെ ആരംഭം കൂടിയാണ്. വളരെ വ്യക്തമാണ്. അവർക്ക് വേറെ ഒരു പിടിവള്ളി പോലുമില്ല. അതുകൊണ്ട് വർഗീയതയെ തരാതരം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച 21 തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വർഗീയതയെ എതിർത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ കൂട്ടുപിടിക്കാനുള്ള വർഗീയ പ്രേരണം നടത്തി. ഇത്തവണ അതിന് വിലപ്പോകില്ല എന്ന് മനസ്സിലായപ്പോൾ നേരെ മറുകണ്ഠം ചാടിയിട്ട് മറ്റൊരു വർഗീയതയെ താലോലിക്കുന്ന ചുറ്റുപാടുണ്ടാകുന്നു. ഇത് ആ പാർട്ടിയുടെ ഗതികേടാണ്. ആ പാർട്ടിക്ക് ഇനി തിരിച്ചു വരാൻ കഴിയില്ല എന്ന് 100% ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിൽ CPM കാണിക്കുന്ന തറവേലയാണ്. UDFൻ്റെ പ്രചരണ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്? ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണപരാജയം, നിഖില മേഖലകളിലുമുള്ള ഗവൺമെൻറ്റിൻ്റെ പരാജയം, ജനങ്ങൾ അനുഭവിച്ച ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങൾ, നികുതി ഭാരം വർദ്ധിപ്പിച്ചത്, ആശ്വാസ നിലപാടുകളും ആനുകൂല്യങ്ങളും ഇല്ലാതാക്കിയത്, വികസനം മുരടിച്ചത്, ഖജനാവ് ദൂർത്തടിച്ച് കാലിയാക്കിയത്, പുറത്തു വരുന്ന എല്ലാ പദ്ധതികളിലും കേൾക്കുന്ന അഴിമതിയുടെ വലിയ കളകൾ, ദൈവത്തിൻ്റെ സ്വത്ത് പോലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ, അത്തരം മോഷണത്തെ പോലും അപലപിക്കാൻ കഴിയാത്ത, ആ മോഷണത്തിൽ പ്രതികളായ ആളുകളുടെ പേരിൽ ചെറുവിരലനക്കാനും അത് തെറ്റായിപ്പോയി എന്ന് പോലും പറയാനുള്ള ആർജവമില്ലായ്മ, ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സീറ്റുകൾക്ക് കൂടുതലായി സീറ്റുകൾക്ക് സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പ്രകാരം ലീഗിന് അർഹതയുണ്ട്. അത് ഇത്തവണ കിട്ടുമോ ലീഗിന്? അല്ല, മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന് നിങ്ങളൊക്കെ പറയുന്നു, ഞങ്ങളും വിശ്വസിക്കുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷേ ആ അർഹത പിന്നെ UDFൽ ചർച്ച ചെയ്യുമ്പോഴാണ് തീരുമാനമാകുക. അതിനുവേണ്ടി ഒരു തർക്കമോ വിവാദമോ പിന്നെ ഷെൽഡയോ ഒന്നും ഉണ്ടാവില്ല. സമാധാനപരമായി സൗഹാർദ്ദമായി ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. തന്നാ വാങ്ങും. അല്ല, UDFൽ ആരെങ്കിലും ഒരു കൂട്ടർ കൊടുക്കലും വേറെ ആരെങ്കിലുമൊക്കെ വാങ്ങലും ഇല്ല. പരസ്പരം ചർച്ച ചെയ്ത് ഞങ്ങൾ എടുക്കലാണ്. ഇത്തവണ അങ്ങനെ ഒരു പിടിവാശിയിലേക്ക് പോകണ്ട. കാരണം പറയുന്ന സാമുദായിക സന്തുലിതാവസ്ഥയൊക്കെ വളരെ സെൻസിറ്റീവായി നിൽക്കുന്നതുകൊണ്ട് ഉള്ള സീറ്റിൽ മത്സരിക്കുക, പരമാവധി ജയിക്കുക, അതാണ് തന്ത്രം. അല്ല, ഉള്ള സീറ്റിലാണെങ്കിലും കൂടുതൽ സീറ്റിലാണെങ്കിലും കുറഞ്ഞ സീറ്റിലാണെങ്കിലും ഒക്കെ ജയിക്കാവുന്ന സീറ്റുകൾ വാങ്ങുക, ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, കൂടുതൽ MLAമാരെ UDFൻ്റെ ഭാഗത്ത് ട്രഷറി ബെഞ്ചിൽ നിയമസഭയിൽ എത്തിക്കുക. അതാണ് ഞങ്ങളുടെ നയം. അതിനനുസൃതമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാവും.